ഹായ്, എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഒത്തിരി സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടായിരുന്നോ? എല്ലാവരും മീൻ കണ്ടിട്ട് നല്ല പിടപെടയ്ക്കുന്ന മീൻ കൊതിച്ചി എന്നൊക്കെ പറഞ്ഞു. ജൂലി പറഞ്ഞു, ചേച്ചി ഞാനും അതുപോലെ ചേച്ചിയുടെ കൂട്ടം എത്ര കിട്ടിയാലും മീൻ ഇഷ്ടമാണ്. പിന്നെന്താ, പിന്നെ അഖിൽ ചേച്ചിയുടെ സംസാരം കേട്ടിട്ട് റീച്ചാനെ അടിക്കാൻ സത്യം. ഞാനത് ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവത്തില്ല. ഞാനിങ്ങനെ ഇത്തിരി ഒരു വല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്ന സൗണ്ട്. പക്ഷെ നമ്മൾ എഡിറ്റിങ് ചെയ്യുന്ന സമയത്ത് അത് മനസ്സിലാവും. നമ്മൾ സാധാരണ പറഞ്ഞാലും എടുത്തൊടിക്കുന്നത് എന്ത് പറയിച്ചാൽ എന്ത് പിള്ളേരുന്ന് അങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെന്താ, ഞാൻ ആകെ ഒരു ടെൻഷനിലിരിക്കുക. അതായത് നാട്ടിൽ പോകാൻ ടിക്കറ്റ് എടുത്തു. ഞാനും പിള്ളേരോടെ പോകാനെടുത്തേ. അപ്പം എല്ലാ വർഷവും ഒരു ഏപ്രിൽ 20-25 പ്രൈസൻ്റെ എക്സാം തീരും. അതനുസരിച്ച് നമ്മൾ 28 ടിക്കറ്റ് എടുത്തു. ഫ്ലൈറ്റ് ടിക്കറ്റാണ് എടുത്തത്. അത് കഴിഞ്ഞ് മനസ്സിലായി ഇവന് മെയ് 2 വരെ എക്സാം ഉണ്ടെന്ന്. കാരണം ഇപ്രാവശ്യത്തെ ഇവരുടെ സെക്കൻഡ് ടൈം എക്സാം ഇച്ചിരി ലേറ്റായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഇത് ആകെ ടെൻഷൻ ഇരിക്കും. നമ്മൾ ക്യാൻസൽ ചെയ്താലും ആ പൈസ നമ്മുടെ പോയി. എന്തോ ചെയ്യുന്ന റീച്ചാൻ പറഞ്ഞ മെയ് 2 എടുക്കട്ടെ. ഞാനാ പറഞ്ഞ റീച്ച 1 മാസം പോലും 2 വർഷം കഴിഞ്ഞിട്ട് പോവുക, 1 മാസം പോലും നാട്ടിൽ നിൽക്കുന്നില്ലല്ലോ. ഇച്ചിരി 28 എടുക്കാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ആകെ ഞാൻ സത്യം പറഞ്ഞ ആകെ ടെൻഷനില്ല. ഒന്നീ ആ പൈസ നമ്മുടെ പോകും. ക്യാൻസൽ ചെയ്താലും കിട്ടത്തില്ലല്ലേ. ട്രെയിനായിരുന്നെങ്കിൽ പോട്ടെന്ന് പറയായിരുന്നു. അങ്ങനെയുള്ളൊരു വിഷമത്തിയിരിക്കുക. പിന്നെ പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഒരു 2-3 ദിവസം മുമ്പിട്ടേലും 28 മുമ്പിട്ട് ഇവൻ്റെ എക്സാം തീരണേന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഈ വിഷയത്തൊന്ന് പ്രാർത്ഥിക്കണേ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. ഇപ്പോൾ ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത്. രാവിലത്തെ കാക്കകളുടെ കരച്ചിലൊക്കെ കേട്ട് അപ്പോൾ ഞാൻ എണീറ്റെണ്ണ എടുത്തതേ ഉള്ളൂ. പിന്നെ ഇച്ചിങ്ങോടെ കഴിഞ്ഞിട്ടൊക്കെ അടുക്കളയിൽ വന്നത് കേട്ടോ. ഇന്ന് ഇതിൻ്റെ കൂടെ ഞാൻ കറി ഉണ്ടാക്കിയത് ആദ്യം ചിന്തിച്ച് കടലക്കറി ഉണ്ടാക്കാമെന്ന്. പിന്നെ ചിന്തിച്ച് അന്ന് ഗ്രീൻ പീസ് വാങ്ങിച്ചല്ലേ. ഗ്രീൻ പീസും വെള്ള വട്ടാണയുണ്ടല്ലേ. വട്ടാണയെന്ന് പറഞ്ഞാൽ ഗ്രീൻ പീസിൻ്റെ വെള്ള അതും കിട്ടും. അതിന് വേവ് തീരെ കുറവല്ലേ. അത് ഈ പാനിപ്പൂരിക്കാരൊക്കെ ഈ വട്ടാണയാണ് വേവിക്കുന്നത്. അത് നന്നായി വെന്തങ്ങ് കുഴയും. നല്ലൊരു ടേസ്റ്റാണ് അത്. അപ്പോൾ അതൊന്ന് ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ഗ്രീൻ പീസിൻ്റെ കൂടെ അതുകൂടെ ഇട്ട് അപ്പം നല്ലൊരു കൊഴുപ്പും കിട്ടും. ഒരു ദിവസം ഞങ്ങൾ പ്രെയർ കഴിഞ്ഞോണ്ടേ അവിടെ അന്ന് പാവും ബുർജിയായിരുന്നു. അപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് ചെയ്തോണ്ടേ അവരുടെ ഇങ്ങനെ ഓരോ ചർച്ചകാരാകുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഫുഡ് അറേഞ്ച് ചെയ്യും. അവരിതുപോലെ ഈ വെള്ള ഗ്രീൻ പീസ് കറി വെച്ചതും പാവൂടെ തന്നു. അപ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ അന്നേരം ചിന്തിച്ചൊന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കാൻ, ചപ്പാത്തിക്ക് ഇതൊന്നും ഉണ്ടാക്കാമെന്ന് വെച്ച്. പക്ഷേ ചപ്പാത്തിക്കെല്ലാം ഉണ്ടാക്കിയത് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തന്നേ ഉള്ളൂ. ഇനി ചപ്പാത്തിക്ക് കൂടെ ഒന്ന് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഞാനിത് ഒരു 2-3 വിസിലടിച്ചെടുത്ത് ഇപ്പോൾ ഇതിലൊന്ന് കടുകൂടെ വറുത്ത് ചേർക്കുന്നുണ്ട്. പക്ഷേ അത് ഇത്തിരി തിക്കായിട്ടായിരിക്കുന്നത്. ദോശയ്ക്ക് നമുക്ക് ഇത്രയും തിക്ക് വേണ്ട. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചൂടുവെള്ളം കുടിച്ചിതൊന്ന് ലൂസാക്കും. പക്ഷേ ഇത്രയും കറി വേണ്ടല്ലേ. അപ്പം എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ കറി ഒരു ദിവസം പൂരിക്ക് കൂടെ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം ഞാൻ ദോശയ്ക്കുള്ളത് ഇച്ചിരി ലൂസാക്കി എടുത്തിട്ട് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അത് കുക്കറിൽ അത്രയും വെള്ളം ഒഴിച്ച് വേവിച്ച് കടുകും വറുത്ത് പിന്നെ വെള്ളം ഒഴിച്ചില്ല അതിൽ. കാരണം ഈ തിക്നെസ്സിൽ എനിക്കത് ഞാൻ അടുത്ത് ഫ്രിഡ്ജിൽ വെക്കും തണുത്തതിന് ശേഷം പൂരിക്ക് വേണ്ടി. അപ്പോൾ ഈ ദോശയ്ക്ക് വേണ്ടി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതൊന്ന് ലൂസാക്കും.
അപ്പോൾ ചായയൊക്കെ റെഡിയായി. റേച്ചാൻ ഇങ്ങ് എത്തിയില്ല, ഞങ്ങൾക്ക് ചായ കുടിക്കാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കഞ്ഞിക്ക് വെള്ളം വെച്ചായിരുന്നു, അരിയൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ടേ. പക്ഷേ ദോശയുടെ കൂടെ ഒന്ന് കറി പ്രീസമോനൊക്കെ അങ്ങ് ഇഷ്ടമായി. അപ്പോൾ എനിക്കിത് ചപ്പാത്തിയുടെ കൂടെ ഇത്തിരി ഒന്ന് തിക്കായിട്ട് ഉണ്ടാക്കണമെന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും കഴിക്കുമ്പോഴല്ലേ നമുക്ക് അതിൻ്റെ ഒരു ടെക്നിക്ക് അറിയുന്നത്. അപ്പം ഞാൻ ഇന്നലെ അത് രാത്രി വെള്ളത്തിൽ ഇട്ടായിരുന്നേ, രണ്ടും വെള്ളത്തിൽ ഇട്ടായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ച് അരി ഇട്ടതിന് ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്, അതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ അതെല്ലാം വെച്ചതിന് ശേഷം 2 മുട്ട പൊട്ടിച്ച് ഇങ്ങനെ സ്ക്രാമ്പിൾ പോലെ, ഒന്നും ചേർത്തിട്ടില്ല, പ്ലെയിനായിട്ടുള്ളത് അതൊന്നും ഉണ്ടാക്കുന്നുണ്ട് ചപ്പാത്തിക്ക് വേണ്ടി, റേച്ചാൻ ടിഫിൻ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് റേച്ചാൻ ടിഫിൻ കൊണ്ടുപോകുന്നതിന് ഇഷ്ടമാവും, കുഴപ്പമില്ല. ഞാൻ ഇന്നാളും പറഞ്ഞിട്ടില്ല, ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊരിതില്ല ആർക്കും ഇങ്ങനെ ഇന്നത് വേണോ ഇന്നത് വേണമെന്ന്. ചപ്പാത്തി ഇങ്ങനെയുള്ളതാണേലും ബുർജിയക്കായൊക്കെ ഇഷ്ടം റേച്ചാൻ ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാനത് ഇച്ചിരി ഇങ്ങനെ അതിൻ്റെ അകത്ത് രണ്ടെണ്ണം കൂടെ ആയതുകൊണ്ട് ഇച്ചിരി തിക്കായിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കി ആ സൈഡിലോട്ടാക്കും. എന്നിട്ടതങ്ങ് മുറിച്ച് ഇങ്ങനെ സ്പൂണും കൊണ്ടാക്കും. നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ. പക്ഷേ ഞാനാണെങ്കിൽ എനിക്ക് എങ്ങാനും ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഇച്ചിരി സവാളയൊക്കെ അരിഞ്ഞ് ചേർക്കും. ഇവർക്ക് അതിൻ്റെ ഒന്നും ടേസ്റ്റ് അങ്ങോട്ട് ചിലപ്പോൾ പിടിക്കത്തില്ല. അപ്പോൾ ഇന്നലത്തെ ഇച്ചിരി മീൻകറി ഉണ്ടല്ലേ, അതൊന്നുണ്ടായിരുന്നു, അത് ഞാനൊന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടേ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഈ ക്ലിപ്പ് ഞാൻ ഇന്നലെ എടുത്ത ക്ലിപ്പാണ്. ഞാനത് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ചിന്തിക്കും അത് കണ്ടില്ലല്ലോ, പിന്നെ അത് ഇന്ന് ഞാൻ എടുത്തതിൽ ചേർത്തതാണ്. ഇതെന്ന് പറയുന്നത് ഈ ടോസ്റ്റാണ്, ഈ റസ്ക് എന്ന് പറയത്തില്ലേ അത്. അപ്പം ഇത് റിച്ചാൻ ഇത് ഞാൻ ഒരു വീട്ടിൽ പോകണേ ഞങ്ങൾക്ക് കിട്ടിയതാന്ന് പറയില്ലേ. അപ്പം അവർക്ക് ഒരു പ്രാവശ്യം കിട്ടിയതേ ഉള്ളൂ, പിന്നെ കിട്ടിയില്ല. നല്ല ടേസ്റ്റ് ഇതിന്. ഇപ്പം ഞാനത് ചായ ഉണ്ടാക്കിയുണ്ടേ, ചായയുടെ കൂടെ 2 മുക്കി തിന്നാൻ. അല്ലാതെ മറ്റേതൊക്കെ ആണെങ്കിൽ നമുക്ക് ചായയുടെ മുക്കാതെ അല്ലാതെ തിന്നുവാണെങ്കിൽ ഈ നാക്കൊക്കെ മുറിയും. ഇത് പക്ഷേ അല്ലാതെ കഴിക്കുവാണെങ്കിലും നല്ല സോഫ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. 40 എണ്ണം 200 രൂപ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഒരു പീസിന് 5 രൂപ എന്ന രീതിയിൽ. അപ്പം റേച്ചാൻ തപ്പിക്കൊണ്ടുവന്ന് ഇന്നലെ. നിങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു വീട്ടിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ചായയുടെ കൂടെ തന്നായിരുന്നു. അപ്പം നല്ല ടേസ്റ്റ്. സാധാരണ റസ്ക് ഇങ്ങനെ കഴിച്ചാൽ നാക്കിൻ്റെ അടി ഒരിത്തിരി ഒരു ഹാർഡാണ്, മുറുമുറാണ്. ഇതെന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ റേച്ചാൻ അന്നേരം ആ വീട്ടിൽ പറഞ്ഞോണ്ടേ അവരും ഇങ്ങനെ തപ്പി നടക്കുമായിരുന്നു. അപ്പോൾ റേച്ചാൻ ഈ ഞങ്ങളുടെ അടുത്തുള്ള ചായക്കടകൾ അറിയാത്ത കടകളില്ല. അപ്പോൾ ഈ ചായക്കടകളിൽ ഇതിരിക്കും. കഴിഞ്ഞ ദിവസം ചായക്കടക്കാരനോട് പറഞ്ഞ് ഇങ്ങനൊരു ഡബ്ബ ഞങ്ങൾക്കൂടെ കൊണ്ടുതരണേന്ന്. റേച്ചാൻ ഈ ചായ കൂടി കൂടുതലല്ലേ, അപ്പോൾ റേച്ചാൻ എവിടെ ചായക്കട ഉണ്ടെങ്കിലും അറിയാം. ഞാൻ നേരം സൺഡേ വന്ന വഴിക്ക് ഞങ്ങൾ അതുകൂടെ വാങ്ങിക്കാനാണ് പോയത്. എന്നിട്ട് ആ ജ്യൂസ് വാങ്ങിച്ചു. അന്നേരം അയാൾ കൊണ്ടുവന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു റേച്ചാൻ എങ്ങനെ അറിയാം റേച്ചാൻ ഈ ചായക്കട ഒന്നും ഇത് പണ്ടുതൊട്ടേ ഉള്ളതാണ്, ഞാൻ അവിടുന്ന് റേച്ചാൻ ചായയും കുടിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചായ കുടിക്കട്ടെ. റേച്ചാന് ഞാനിവിടെ ഇപ്പം പാചി വാങ്ങിക്കാൻ പോകുന്നതിലും അവിടെ കാണാൻ ഒരു ചായക്കട കാണുവാണെങ്കിൽ ഇവിടെയൊക്കെ ഈ ചായക്കടയല്ലാതെ ഈ പിന്നെ റോഡിലൊക്കെ ഈ ചായ ഇങ്ങനെ നിൽക്കും ആൾക്കാർ, ഈ ഫ്ലാസ്കിലൊക്കെ കൊണ്ടുപോകും. ഇവിടുത്തെ ചായ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ഇഞ്ചിയും മസാല എല്ലാം കൂടി ഇട്ട് ഇങ്ങനെ തിളപ്പിച്ച് നല്ല കടുപ്പത്തിൽ കിട്ടും. പച്ചക്കറി വാങ്ങിക്കാൻ പോയാലും അവിടെ നിന്ന് ആളൊരു ചായ കുടിക്കാൻ കയറും. കട്ടിങ്ങാണ് ഇവിടെ, നമ്മുടെ ഫുൾ ക്ലാസ്സിലല്ല, അതിൻ്റെ പകുതി. ഇതെന്ന് പറയുന്നത് ഇന്ന് റേച്ചാൻ ബാഡ്മിൻ്റൺ കളിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ റേച്ചാൻ്റെ ഒരു കൂട്ടുകാരൻ കൊടുത്തതാണ്. ഈ ഓർഗാനിക് പണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഈ പയറൊക്കെ ഇങ്ങനെ മുളപ്പിച്ച് ഇങ്ങനെ സ്പ്രൗട്ട് പോലെ ആക്കിയിട്ട് ഇങ്ങനെ കിളിപ്പിച്ചെടുക്കും. അത് എന്നിട്ട് നമുക്കിങ്ങനെ സാലഡിലിടാനോ തോരനുണ്ടാക്കാനൊക്കെ. ഇതിപ്പോൾ ആക്ച്വലി അവർ സാലഡ് ഇടാനാണ് പറഞ്ഞത്, പക്ഷേ ഇവിടെ സാലഡൊന്നും അങ്ങനെ ഉണ്ടാക്കുന്നില്ലല്ലേ. അതുകൊണ്ട് ഞാൻ ഇതങ്ങ് അരിഞ്ഞ് ഈ ബീൻസിൻ്റെ അകത്ത് ചേർക്കാമെന്ന് വെച്ച്. ഞാൻ പണ്ടിങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഇതുണ്ടാക്കിയിട്ട് നമുക്ക് സാലഡിൽ അരിഞ്ഞ് ഇങ്ങനെ ചെറിയ മുള പൊട്ടി വരുന്ന അത് നല്ല ഇതാണ് കഴിക്കാനായിട്ട്. അത് ഇച്ചിരി എല്ലാം ഉള്ളായിരുന്നു. ഞാനത് അത്രയാ ബീൻസ് ഇട്ടിട്ട് ആർക്കൊന്നും മനസ്സിലായില്ല, എനിക്ക് മാത്രമേ മനസ്സിലായുള്ളൂ അത് ഇതിൻ്റെ അകത്തുണ്ടെന്നുള്ളത്. അതേമേ ഞാൻ ഇന്ന് രാവിലെ, അതായത് ഈ വീഡിയോ എടുത്ത ദിവസമല്ല, ഇപ്പോൾ ഈ എഡിറ്റിംഗ് ചെയ്യുന്ന ദിവസം രാവിലെ തൊട്ടൊരു പ്രീസന് തിങ്കളാഴ്ച തൊട്ട് പരീക്ഷയാണ്. മറാഠി ഒരു സബ്ജക്റ്റ് എടുത്തിട്ട്
രാവിലെ തൊട്ട് ഈ സമയം വരെ ഇടയ്ക്ക് ഞാൻ വന്ന് എഴുതി കൊടുക്കും. അവൻ പറയും, അവൻ ഓറൽ പറയും, എഴുതുമ്പോൾ ഒന്നും കാണത്തില്ല. എന്നിട്ട് ഞാൻ വീണ്ടും സമയമില്ലാത്ത എന്നിട്ട് നമ്മൾ കൂടി ഇരിക്കുവാണെങ്കിൽ എന്തോലും ചെയ്യും. അല്ലെങ്കിൽ അവൻ ഇരുന്ന് ഡ്രോയിങ് വരയ്ക്കും. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും കളിക്കാൻ പോകും. ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് കളിക്കാമെന്ന് പറയാൻ ഇവിടെ ഈ ബിൽഡിംഗ് ബോക്സ് ഇരിപ്പുണ്ട്, അതെടുത്ത് അവൻ ഈ തോക്കുണ്ടാക്കി അങ്ങനെ ചെയ്തുണ്ടാക്കിയിരിക്കും. ഈ രാവിലെ തൊട്ട് ഈ സമയം വരെ അവൻ്റെ പുറകെ ഒരു 4-5 പ്രാവശ്യം ഞാൻ എഴുതി കൊടുത്തിട്ട് ആൻസർ എഴുതാൻ പറഞ്ഞു. എന്നിട്ടും അവന് അത് ക്ലിയർ ആയിട്ടില്ല. എന്തോ ചെയ്യുമെന്ന് പറയാം. എനിക്കാണെങ്കിലും മറാഠി എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനേക്കായി ഹിന്ദി അന്നേലും പൊട്ടെന്ന് പറയും. മറാഠി ഹിന്ദി പോലൊക്കെ ആണെങ്കിലും അമ്മക്കൊക്കത്തില്ല എനിക്ക്. എന്നിട്ട് ഞാൻ എഴുതി കൊടുത്ത് എഴുതാൻ പറയട്ടെ, അവന് മനസ്സിലായില്ല. ആകെ ഒരു എന്തോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്ന മനുഷ്യനങ്ങ് ആകെ ഒരു വല്ലാത്ത ദിവസമായിരുന്നു. എന്നിട്ടും ആ ചെറുക്കൻ എഴുതടാ എന്ന് പറയുമ്പോൾ ഇത് കരഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ എന്തോ ചെയ്യും? വടിയെടുത്ത് ഇങ്ങനെ ഞാൻ കാണിക്കും, പക്ഷേ അടിക്കുന്ന ഇങ്ങനെ ആ കരച്ചിൽ കാണുമ്പോൾ എനിക്ക് അടിക്കാനും തോന്നത്തില്ല. പിന്നെ വായും കൊണ്ടിട്ട് അടിക്കും. രാവിലെ തൊട്ട് ഒരു സബ്ജക്റ്റ് തീർന്നില്ലല്ലോടാ എന്ന് പറഞ്ഞാൽ എന്നോട് പറയുക, എനിക്കിത് പാടാം, മമ്മിക്കത് ഈസി ആയിട്ട് തോന്നും. ഞാൻ പറയടാ എനിക്ക് ഈസി ഇല്ലായിരുന്നു. മമ്മിയുടെ സമയത്തുണ്ടായിരുന്നോ മറാഠി? ഞാൻ പറയടാ ഞങ്ങൾ നാട്ടിൽ പഠിച്ചവർക്ക് ഞങ്ങൾക്ക് മറാഠി എന്തൊരാവശ്യമായിരുന്നു, നീ ഇവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് മറാഠി ആവശ്യമാണ്. അവൻ ഇവരുടെയൊക്കെ ചോദ്യത്തിന് നമ്മളെങ്ങനെ ആൻസർ പറയും? ഇതെനിക്ക് പാടാം, മമ്മിക്കത് നിസ്സാരമായിട്ട് തോന്നും എന്നോട് പറയുക. ഞാനെന്തോ പറയാനാ? നമ്മൾ ഇങ്ങനെയൊക്കെ അല്ലായിരുന്നോ? ഇപ്പോൾ ഇവർ പഠിക്കാത്തപ്പം നമുക്ക് മനസ്സിലാവും നമ്മുടെ അമ്മമാർ നമ്മുടെ പുറകെ വടിയും കൊണ്ട് നടന്നത്. അപ്പം ഞാൻ ഇതൊന്ന് ബീൻസൊക്കെ ഒന്ന് വെന്തതിന് 3/4 വെന്തു, ഇനി ഒരു ഇച്ചിരിയുള്ളു. ആ സമയത്താണ് ഞാൻ ഈ ഇതിട്ട് കൊടുത്തതേ, ഈ ഇല ഇട്ട് കൊടുത്തേ. എന്നിട്ട് അതൊന്ന് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് അപ്പോഴത്തേക്കിന് തോരൻ റെഡി. അപ്പോൾ ഉച്ചക്കത്തേക്ക് കറി ഇതെല്ലാം റെഡി. അപ്പം ഞാൻ കുറച്ച് മധുരക്കിഴങ്ങ് ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് ഞാനൊന്ന് ബോയിൽ ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ ഇവർക്കൊക്കെ പിന്നെ സ്കിന്നൊക്കെ കളഞ്ഞ് വേണം, അങ്ങനെ സ്കിന്നൊക്കെ ഒന്ന് ചിരണ്ടിയിട്ടാണ് ഞാനതൊന്ന് ബോയിൽ ചെയ്തത്. അപ്പോൾ ഉച്ചയ്ക്ക് ഞാനത് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇവർക്കൊക്കെ ചപ്പാത്തിയൊക്കെ കഴിക്കേണ്ടവർക്ക് എടുത്തു. പിന്നെ വൈകിട്ട് വേണമെങ്കിൽ ഇവർക്ക് 4 മണിക്ക് അത് കൊടുക്കാമെന്ന് വെച്ചു. അത് ബോയിൽ ചെയ്തിട്ട് ഉപ്പ് നീരും ഉടച്ച് ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ ചൂടോടിരിക്കുക. അപ്പോൾ ഞാൻ ഊറ്റിയെടുത്തതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉപ്പ് നീരുണ്ടാക്കിയത്. ഉപ്പും വെളിച്ചെണ്ണയും സവാളയായിരുന്നു, കൊച്ചുള്ളിയാണെങ്കിൽ കൊച്ചുള്ളി ചതച്ചിടാം. അപ്പോൾ ഞാൻ പിന്നെ രാത്രിയിൽ എനിക്ക് ഉണ്ടാക്കിയത് ഇപ്പം മിക്കവാറും ചെയ്യുന്നത് പോലെ ഈ മില്ലറ്റും കൊണ്ട് ഇച്ചിരി ശർക്കര ഇങ്ങനെ ഒന്ന് ഉരുക്കിയിട്ട് ഒരു ഏത്തപ്പഴം ഉണ്ടായിരുന്നു, ആ ഏത്തപ്പഴം ഇതിലിങ്ങനെ അരിഞ്ഞിട്ട് വൈകിട്ടിട്ട്. ഇന്നാൾ ഞാൻ അട പോലെ ഉണ്ടാക്കിയില്ലേ, അപ്പോൾ ആ അട പോലെ ഉണ്ടാക്കുമ്പോൾ ഈ മില്ലറ്റ് മാത്രം ആയിട്ടിടുവാണെങ്കിൽ അത് ഇത്തിരി ഒന്ന് മുരിഞ്ഞ് നമ്മൾ മടക്കുന്ന ഉടനെ അതൊന്ന് പൊട്ടിയിട്ട് ശർക്കരയൊക്കെ വെളിപ്പം. പിന്നെ ഞാനൊരു ഇച്ചിരി കൂടെ ഗോതമ്പൂട് അതിൽ ചേർത്ത്, അന്നേരം അത്രയും കുഴപ്പമില്ലാതെ വന്നു. അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതൊന്ന് ഇച്ചിരി ഒന്ന് വാട്ടിയിട്ട്, നമുക്കാവുമ്പോൾ ഒത്തിരി ഉണ്ട്, ഈ പിള്ളേർക്കൊക്കെ പ്രതിയല്ലേ നമ്മളിങ്ങനെ ചെയ്യാത്തത്. അപ്പം ഞാനിങ്ങനെ ഇതിൻ്റെ അത് ഇച്ചിരി തേങ്ങയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയ ഉടനെ 4 ഉണ്ടാക്കി മാർക്ക് കൊടുത്തിട്ട്, അന്നേരത്തെ ഇതിൽ പോള് കുഴപ്പമില്ല നല്ലതാന്ന് പറഞ്ഞു. കൊച്ചത് പക്ഷേ കഴിച്ചു. ഇച്ചിരി ഏലക്കാപ്പൊടിയും കൂടെ തട്ടിയിട്ട് ഇന്നാളി ചെയ്തതുപോലെ. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്, സെയിം മെത്തേഡിൽ. ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തതേ ഒന്ന് കുഴയ്ക്കാനായിട്ട്. ഒത്തിരി സ്റ്റൈലൊന്നും ഇത് പക്ഷെ അത്ര പിന്നെ കുഴക്കട്ട പോലെ ഉണ്ടാക്കുമ്പം സോഫ്റ്റ് ഒന്നും അല്ലായിരുന്നു, ഇത്തിരി കട്ടിയായിരുന്നു. പക്ഷെ നമുക്ക് ശരീരത്തിന് ഗുണമുണ്ടല്ലേ. അപ്പം എന്നും ഇങ്ങനല്ല ചെയ്യുന്നത്, പിന്നെ ചിലപ്പം ചപ്പാത്തി വൈകിട്ട് കഴിക്കും, അങ്ങനെ എന്നും ഇതുപോലെ ചെയ്യാറില്ല. ചിലപ്പോൾ ഓട്സ് ഇങ്ങനെ സോക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കും, അടയുണ്ടാക്കും, പിന്നെ ഇതുണ്ടാക്കും. ഇങ്ങനെ മാറിയും തിരിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. എനിക്ക് ഈ ഏത്തയ്ക്ക പുഴുങ്ങിയത് ഇങ്ങനെയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. ഇവിടെ പക്ഷേ പുഴുങ്ങിയതൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമല്ല. ഞാൻ വല്ലപ്പോഴും ഒരെണ്ണം എടുത്തിട്ട്, ഞാനത് എന്തോത്തിൻ്റെ അകത്താണ് ഇടുന്നത് പുഴുങ്ങുന്നത്. നമ്മൾ കഞ്ഞി തിളപ്പിക്കത്തില്ലേ, കഞ്ഞി തിളപ്പിക്കുമ്പോൾ ഈ ഏത്തയ്ക്ക നന്നായി കഴുകിയിട്ട് അതിൻ്റെ അകത്തിടും. അപ്പം എക്സ്ട്രാ നമുക്ക് പിന്നെ വേറെ ഗ്യാസ് പോകത്തില്ലല്ലേ, ആ ചൂട് ഇതിൻ്റെ അകത്ത് കിടക്കുമ്പോൾ അതങ്ങ് റെഡിയാവും. ഇത് ചിലപ്പോൾ ഇത് ഉരുട്ടുന്നുടനെ ഒന്ന് പൊട്ടിപ്പോവും. അപ്പം ഞാൻ ഇച്ചിരി മാവെടുത്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കുക ചെയ്തത്. ഒട്ടിച്ച് പരിപാടിയായിരുന്നു. എല്ലാം ഓരോ പരീക്ഷണം. പക്ഷേ ഇത് പെട്ടെന്ന് എനിക്ക് റെഡിയാക്കിയിട്ട്, പക്ഷെ അത് തൊട്ട ഉടനെ ഇതിൽ കല്ല് പോലെ ഇരിക്കുമായിരുന്നു. പിന്നെ അങ്ങ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു.
നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.